ഇനി നമുക്ക് നെക്സ്റ്റ് സബ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മളിതിൻ്റെ മുന്നേ പല ഗ്രൂപ്പുകളുടെ പല ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നൊരു പേരുണ്ട്. അതേപോലെ തന്നെ ക്ലോഷർ പ്രോപ്പർട്ടിയും ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായി മാറും. അങ്ങനെ ഓരോ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കേസാണ്. സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്രോബ്ലംസും കൂടി വെച്ച് പറയാം. ഒരു ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിൽ ഏത് ഓപ്പറേഷൻ വെച്ചിട്ട് സ്റ്റാർ മേ ബി എനി ഓപ്പറേഷൻ, ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും ആവാം. ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ബി എ നോൺ എം ടി സബ്സെറ്റ്. ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. എച്ച് എന്ന് പറയുന്നത് ഒരു നോൺ എം ടി സബ്സെറ്റ് ഓഫ് ജി. ജിയിലുള്ള ഒരു നോൺ എം ടി സബ്സെറ്റ് ആണ് എച്ച് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇഫ് എച്ച് സ്റ്റാർ, എച്ച് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ്, ദെൻ സ്റ്റാർ എന്ന് പറയുന്നത് ഈ സബ്സെറ്റ് ആണ് എച്ച്. ഈ എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എനി ഓപ്പറേഷൻ ഈസ് ഇറ്റ്സെൽഫ് എ ഗ്രൂപ്പ്, ദെൻ എച്ച് സ്റ്റാർ ഈസ് കോൾഡ് സബ് ഗ്രൂപ്പ് ഓഫ് ദി ജി ഓഫ് ജി സ്റ്റാർ. എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പായി മാറുകയാണ്. എന്തിൻ്റെ? ജി സ്റ്റാറിലുള്ള ഒരു സബ് ഗ്രൂപ്പായിട്ട് മാറുകയാണെങ്കിൽ എച്ച് സ്റ്റാറിനെ പറയുന്ന പേരാണ് സബ് ഗ്രൂപ്പ് ഓഫ് ജി സ്റ്റാർ. ഓക്കെ, ഇനി ഇങ്ങനെയൊക്കെ വളഞ്ഞു തിരിഞ്ഞ് പറയുന്നതിന് പകരം നമ്മൾ പറഞ്ഞു എച്ച് എന്ന് പറയുന്നത് ഒരു നോൺ എം ടി സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നോൺ എം ടി സബ്സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? ദ ഐഡൻറ്റിറ്റി ഓഫ് ഇ ഓഫ് ജി ബിലോങ്സ് ടു എച്ച്. ഇ എന്ന് പറയുന്നത് ജിയിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കണം. അതേപോലെ എ ആൻഡ് ബി ബിലോങ്സ് ടു എച്ച്. എ ബി എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അത് രണ്ടും എച്ചിലെ എലമെൻറ്റ്സ് ആയിരിക്കണം. അതേപോലെ എ ഇൻവേഴ്സ് എന്നുള്ളത് അവിടെ എക്സിസ്റ്റ് ആവണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതെന്തായി മാറി? സബ്സെറ്റ്, അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്ന സബ്സെറ്റായി മാറി. ഇനി എച്ച് എന്ന് പറയുന്ന സബ്സെറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? ക്ലോഷർ, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ്, അസോസിയേറ്റീവ്, പിന്നെ ഇത്രയും കാര്യങ്ങൾ അല്ലേ? ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഗ്രൂപ്പായി മാറി. അപ്പോൾ ഈ എച്ച് എന്ന് പറയുന്നതും ഗ്രൂപ്പിലെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് എന്താണ് എന്ന് പറയാം? എച്ച് ഈസ് ദി സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് പ്രകാരം എച്ച് എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ആവണം. എച്ച് സബ്സെറ്റ് ആവുമ്പോൾ നമ്മൾ ഈ 3 കണ്ടീഷൻസ്, അതായത് ഐഡൻറ്റിറ്റി, ക്ലോഷർ ആൻഡ് ഇൻവേഴ്സ്, ഈ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് എച്ച് സബ്സെറ്റ് ആവുന്നത്. ഇനി ഈ എച്ച് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ഈ 3 ആയാൽ തന്നെ ഏകദേശം ആയി ഇല്ലേ? ഇതിലോട് കൂടി അസോസിയേറ്റീവും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് എന്താണ് എന്ന് പറയാൻ പറ്റും നമുക്ക്? സബ് ഗ്രൂപ്പ് ഓഫ് ജി സ്റ്റാർ. എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി സ്റ്റാർ എന്ന് പറയാൻ പറ്റും. വേർ എച്ച് ഈസ് കോൾഡ് സബ് ഗ്രൂപ്പ് ഓഫ് ജി. വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ജി എന്ന് പറഞ്ഞ ഒരു സെറ്റ്, ജി ഈസ് ഈക്വൽ ടു 1 - 1 ഐ ആൻഡ് -i ബി എ സെറ്റ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ബൈനറി ഓപ്പറേഷൻ ഡോട്ട് ഓപ്പറേഷനിൽ ഉള്ള ഒരു സെറ്റാണ് ജി എന്ന് പറയുന്നത്. പ്രൂവ് ദാറ്റ് ജി ഡോട്ട് ഈസ് എ ഗ്രൂപ്പ്. ജി ഡോട്ട് എന്ന് പറയുന്നത് ഗ്രൂപ്പാണ് എന്നുള്ളത് നമുക്ക് പ്രൂഫ് ചെയ്യണം. അതോടൊപ്പം തന്നെ എച്ച് എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ്. 1 - 1 ബി എ സബ്സെറ്റ് ഓഫ് ജി ആണല്ലോ അല്ലേ? 1ഉം -1ഉം ജിൻ്റെ എലമെൻറ്റ്സ് ആണ്. സോ 1 - 1 ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. ഷോ ദാറ്റ് എച്ച് ഡോട്ട് ഈസ് ആൾസോ എ ഗ്രൂപ്പ്. എച്ച് ഡോട്ട് എന്ന് പറയുന്നത് ഗ്രൂപ്പാണ് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം? പ്രൂഫ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു കോമ്പോസിഷൻ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. കോമ്പോസിഷൻ ടേബിളിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മളൊരു കോമ്പോസിഷൻ ഇത് എഴുതുക. നമുക്ക് തന്നിട്ടുള്ള സെറ്റ് എന്തായിരുന്നു? 1 - 1 ഐ ആൻഡ് -i. ഇത് ഒരു കോളം ആക്കിയിട്ട് എഴുതാം. അതേപോലെ തന്നെ റോ വൈസും 1 - 1 ഐ ആൻഡ് -i. ഇവിടെ തന്നിട്ടുള്ള ഓപ്പറേഷൻ ഡോട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യുക. 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രോബ്ലംസ് ഒക്കെ 1 × 1 1 1 - 1 -1 1 × i 1 × -i. അതേപോലെ കോളത്തിന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. 1 × 1 1
minus 1 into 1 minus 1 I into 1 I minus I into 1 minus I. ഇതേപോലെ ബാക്കിയുള്ള റോസും കോളംസും കൂടി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കോളം കൺസ്ട്രക്ട് ചെയ്യണം. ഇനി നോക്കുക, നെക്സ്റ്റ് റോനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 minus 1 into minus 1 1 minus 1 into I minus I minus 1 into minus I is equal to plus I. ഇനി I into 1 I into minus 1 minus I into I square അല്ലേ? I square നമുക്ക് എങ്ങനെ എഴുതാം? I square is equal to minus 1 ആണ്. ഓക്കെ, സോ I square is equal to minus 1 I into minus I into minus I is equal to minus I square, then minus of I സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് 1. I മൈനസ് ഓഫ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് അടുത്ത കേസ് നോക്കുക. മൈനസ് I ഇൻറ്റു 1 മൈനസ് I അല്ലേ? മൈനസ് I ഇൻറ്റു മൈനസ് 1 ഇവിടെ എത്ര വരിക? പ്ലസ് I വരും. അതേപോലെ മൈനസ് I ഇൻറ്റു I മൈനസ് I ഇൻറ്റു I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് I സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ നേരത്തെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മൈനസ് I ഇൻറ്റു മൈനസ് I സ്ക്വയർ, മൈനസും മൈനസും കൂടി അത് ക്യാൻസൽ ആവും, I സ്ക്വയർ ആവും. I സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്ന കോമ്പോസിഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഇത് ഗ്രൂപ്പ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലേ? ഗ്രൂപ്പ് ആണെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലോഷർ, അസോസിയേറ്റീവ്, ഐഡന്റിറ്റി ആൻഡ് ഇൻവേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അപ്പോൾ ആദ്യം ക്ലോഷർ ആണോ നോക്കാനുള്ള മാർഗം എന്താണ്? ഈ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന എലമെൻറ്റ്സ്, ടേബിളിനകത്ത് ഇൻസൈഡ് ദ ടേബിൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എലമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുള്ള സെറ്റിലെ എലമെൻറ്റ്സ് തന്നെ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സെറ്റിലുള്ള അതേ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് തന്നെയാണെങ്കിൽ നമുക്കത് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ ക്ലോഷർ എന്ന് പറയാം. എ ആൻഡ് ബി ഈസ് ബിലോങ്സ് ടു ജി ആണെങ്കിൽ എ സ്റ്റാർ ബി ഈസ് ആൾസോ ബിലോങ്സ് ടു ജി. അതാണ് ക്ലോഷറിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് റോസ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ എന്തെന്നെ വന്നിട്ടുള്ളത്? ആ സെറ്റിലെ എലമെൻറ്റ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ക്ലോഷർ. ക്ലോഷർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എല്ലാ എലമെൻസും അതിൽ വന്ന ആ സെറ്റിലുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ക്ലോഷർ. ഇനി അസോസിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓൾവേസ് അസോസിയേറ്റീവ് എന്നുള്ള കേസ് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്പറേഷൻ ഡോട്ടാണ്. സോ എ ഡോട്ട് ബി ഡോട്ട് സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി ഫോർ ഓൾ എ ബി സി ഈസ് ആൻ എലമെന്റ് ഓഫ് ജി. നമുക്ക് ഈ ഒരു കേസ് കൊണ്ട് തന്നെ ഇത് അസോസിയേറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓൾവേസ് അസോസിയേറ്റീവ്, അത് നമുക്ക് അറിയുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൾസോ എ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. സാറ്റിസ്ഫൈസ് ദി നെക്സ്റ്റ് പ്രോപ്പർട്ടി ഐഡന്റിറ്റി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ്. ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഐഡന്റിറ്റി 1 ആണ് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ. അപ്പോൾ നമ്മൾ ഇവിടെ ഐഡന്റിറ്റി എലമെൻറ്റ് 1 വെച്ചിട്ട് എല്ലാ എലമെൻറ്റ്സിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് അതേ എലമെൻറ്റ് തന്നെയാണ് കിട്ടുക. സോ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. 1 ഡോട്ട് 1 ഈസ് ഈക്വൽ ടു 1, 1 ഡോട്ട് മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 1, 1 dot I is equal to I, 1 dot minus I is equal to I. So it also satisfies the identity property. ഇനി നെക്സ്റ്റ് ഇൻവേഴ്സ് ആണോ എന്ന് നോക്കണം. ബാക്കി 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻവേഴ്സ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ നമുക്ക് നേരത്തെ കണ്ട നമ്മൾ ആ ടേബിളിൽ 1 വരുന്ന ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? 1 വരുന്ന ആ ഒരു ടേബിളിൽ 1 വരുന്ന എലമെൻസിനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് 1 വരുന്നത്. 1 ഡോട്ട് 1 ഈസ് ഈക്വൽ ടു 1, I ഡോട്ട് മൈനസ് ഐ ഈസ് ഈക്വൽ ടു 1, മൈനസ് 1 ഡോട്ട് മൈനസ് 1 ഈസ് ഈക്വൽ ടു 1, മൈനസ് ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു 1. നമ്മൾ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 1 വരുന്ന വാല്യൂസ് ആണ് ഇതൊക്കെ. ഇനി ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു ഇ, അല്ലെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു 1 ഈസ് ആൻ എലമെന്റ് ഓഫ് ജി. ഇതാണ് നമുക്ക് പ്രൂഫ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം 1 ഡോട്ട് 1 ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ അതിന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും തിരിച്ച് 1 ഡോട്ട് 1 കഴിഞ്ഞാലും 1 തന്നെയാണ്. അപ്പോൾ ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും
ഇനി ഈ ഒരു കേസ് നോക്കുക, ഐ ഇൻറ്റു മൈനസ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു 1. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ ഈസ് ഈക്വൽ ടു 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ജി. 1 എന്ന് പറയുന്നത് ജിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ ഏത് ഇതെടുത്തു കഴിഞ്ഞാലും നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സോ ഹെൻസ് ജി സ്റ്റാർ ഈസ് എ ഗ്രൂപ്പ് എന്ന് നമുക്ക് പ്രൂഫ് ചെയ്യാം. ഈ 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ജി സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് എന്താണ്, സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് പറയുന്ന സബ്സെറ്റ് ഗ്രൂപ്പാണ് എന്നുള്ളത് നമുക്ക് പറയണം. അതിന് പ്രൂഫ് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സെറ്റ് നമ്മൾ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അതിലുള്ള, ലെറ്റ് എച്ച് ഈസ് സബ്സെറ്റ് ഓഫ് 1 മൈനസ് 1 ബി എ സബ്സെറ്റ് ഓഫ് ജി, then prove that h dot is a group. h dot എന്നുള്ളത് എന്ത് ചെയ്യണം, ഗ്രൂപ്പാണ് എന്ന് പറയണം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് h എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ജി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഒരു സെറ്റ് സബ്സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പിന്റെ സബ്സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് 3 കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലോഷർ ആവണം, അസോസിയേറ്റീവ് ആവണം, ഐഡന്റിറ്റി ആവണം. ഇനി നമുക്ക് എന്തും കൂടി പ്രൂഫ് ചെയ്താൽ മതി, ഇൻവേഴ്സ് എന്നുള്ള പ്രോപ്പർട്ടിയും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ് എന്ന് പറയാം, ഈസ് എ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം, സബ് ഗ്രൂപ്പ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോഷർ എന്നുള്ളത് നമുക്ക് അറിയുന്ന ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. എ ബി ഈസ് ആൻ എലമെന്റ് ഓഫ് എച്ച്, എയും ബിയും എലമെന്റ് ഓഫ് എച്ച് ആണോ എന്നുള്ളത് നോക്കണം. സോ നമുക്ക് 1 ഡോട്ട് 1 ഈസ് ഈക്വൽ ടു 1, 1 ഡോട്ട് മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 1, മൈനസ് 1 ഡോട്ട് 1 ഈസ് ഈക്വൽ ടു മൈനസ് 1 ഓൾറെഡി അതിലുള്ള എലമെന്റ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓൾവേസ് അസോസിയേറ്റീവ്, സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഐഡന്റിറ്റി എലമെന്റ് 1 എന്നുള്ളത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈസ് ആൻ എലമെന്റ് ഓഫ് എച്ച്, എച്ചിലെ 1 എന്നുള്ളത് ഇതിലെ എലമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ഐഡന്റിറ്റി എലമെന്റും കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്തുകൂടി പ്രൂഫ് ചെയ്താൽ മതി, ഇൻവേഴ്സ് എന്നുള്ള പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, സബ് ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ക്ലോഷർ പ്രോപ്പർട്ടി നോക്കിയ പോലെ തന്നെ ഇവിടെ ഒന്ന് നോക്കിയാൽ മതി. റോ വൈസും കോളം വൈസും ആയിട്ട് എഴുതുക. 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1, മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 ആൻഡ് മൈനസ് 1 ഇൻറ്റു മൈനസ് 1 1. ഓക്കെ, അപ്പോൾ അത് ക്ലോഷർ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അസോസിയേറ്റീവ് ആണ്. ദെൻ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ ഈക്വൽ ടു 1 ഈക്വൽ ടു 1 ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ എന്നുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. സോ 1 ഡോട്ട് 1 ഈക്വൽ ടു 1 ഡോട്ട് 1 ഈസ് ഈക്വൽ ടു 1 അല്ലേ. ഇനി മൈനസ് 1 ആവുന്ന കേസിലും നമുക്കത് പ്രൂഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐഡന്റിറ്റി ഈസ് ട്രൂ എന്നുള്ള കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇൻവേഴ്സ് പ്രോപ്പർട്ടി നോക്കാം. ഇൻവേഴ്സ് പ്രോപ്പർട്ടി എന്താണ്, എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ ഈസ് ഈക്വൽ ടു ഇ, ദാറ്റ് ഇ മീൻസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡോട്ട് 1 ഈസ് ഈക്വൽ ടു 1 ഡോട്ട് 1 ഈസ് ഈക്വൽ ടു 1. So 1 is the inverse of the 1. So inverse of the multiplication. Multiplication ന്റെ inverse ആണ് 1 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, 1 എന്ന് പറയുന്നത് 1ന്റെ ഇൻവേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ എച്ച് എന്ന് പറയുന്നതും എന്താണ് എന്ന് നമുക്ക് പറയാം, ഈസ് എ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം ജി ഈസ് എ ഗ്രൂപ്പ് ആണ് എന്നുള്ളത് നമ്മൾ പ്രൂഫ് ചെയ്തു. അതേപോലെ എച്ച് എന്ന് പറയുന്നത് ജിയിലെ ഒരു സബ്സെറ്റ് ആണ് എന്നുള്ളത് നമ്മൾ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ എച്ച് ഡോട്ട് എന്ന് പറയുന്നത് ഈസ് എ ഗ്രൂപ്പ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എച്ച് ഡോട്ട് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആയതുകൊണ്ടും അത് സബ്സെറ്റ് ആയതുകൊണ്ടും എന്താണെന്ന് കൂടി നമുക്ക് പറയാം. എച്ച് ഡോട്ട് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. സബ് ഗ്രൂപ്പ് ഓഫ് ജി, എച്ച് ഡോട്ട് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സബ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ.